നമ്മുടെ നാട്ടിലെ ചില ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ സ്റ്റീൽ കമ്പി കൊണ്ടുള്ള ഇരിപ്പിടം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാതിരിക്കാൻ വഴിയില്ല, കാരണം അത്രയേറെ അസൗകര്യം ഉണ്ടാക്കുന്ന തരത്തിൽ നിർമ്മിച്ചവയും ഇക്കൂട്ടത്തിലുണ്ട്. ആളുകൾക്ക് ശരിക്കൊന്ന് ഇരിക്കാൻ പോലും സാധിക്കാത്ത ഈ ഇരിപ്പിടങ്ങളെ പറ്റി നമ്മൾ എല്ലാവരും പലപ്പോഴും തമാശയായും ട്രോളായും ഒക്കെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് നമ്മളിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ തോന്നിയ ഒരാളാണ് കൊടുങ്ങല്ലൂരിലെ തിലകൻ ചേട്ടൻ. ഇന്ന് തിലകൻ ചേട്ടൻ കാരണം കേരളത്തിൽ ആകെയുള്ള സ്റ്റീൽ കമ്പി കൊണ്ടുള്ള സീറ്റുകൾ മാറ്റി പുതിയ ഇരിപ്പിടങ്ങൾ വരാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ആ കാഴ്ചകൾ. ഇതെന്തൊരു സീറ്റാണ് അല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇത് എന്തൊരു സീറ്റാണെന്ന്. ശരിക്കും ഒരു സ്റ്റീൽ കമ്പി എടുത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് സീറ്റ് ആവുമോ? ഇതൊക്കെ ഇനി ഏത് കാലത്ത് മാറാൻ വേണ്ടിയാ അല്ലേ? അതൊക്കെ മാറും. ഉടൻ മാറുമോ? ഉടൻ മാറാനുള്ള വഴികളായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ CS തിലകൻ ചേട്ടൻ, അഥവാ കൊടുങ്ങല്ലൂരുകാരുടെ വക്കാലത്ത് നാരായണൻകുട്ടി. മാത്രമല്ല, കേരളത്തിനാകെ ഒരു വലിയ മാറ്റമാണ് തിലകൻ ചേട്ടൻ കാരണം ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ബസ് സ്റ്റോപ്പ്, അതായത് ഈ കമ്പികൾ കൊണ്ടുള്ള ആ സീറ്റുകളെല്ലാം മാറ്റി നല്ല അനുയോജ്യപ്രദവും സുഖപ്രദവുമായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റുകൾ വരികയാണ്. ഈ മാറ്റം കൊണ്ടുവരാനായിട്ട് 1-2 മാസമല്ല തിലകൻ ചേട്ടൻ നടന്നത്, 2 വർഷമാണ്. ഫസ്റ്റ് സൈറ്റ് എനിക്ക് ഒരു വികാരം തോന്നിയത്, അങ്ങനെ ഒരു ഉരുണ്ട പൈപ്പിൽ നമ്മളോട് ഒരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനം പറയുന്നത് നമ്മളെ ഒന്നുമല്ല കളിയാക്കുക, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയണ്ടേ, ഒന്നുമല്ലാത്ത രീതിയിലാക്കുക എന്നുള്ള തോന്നലാണ് ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ പലപ്പോഴും അതിൽ ഇരിക്കാനുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ടു. ഇത്തരം നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ്. നിരവധി ആളുകളാണ് ഇതും ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റാണ്ട്, അത് പ്രായാധികമുള്ള ആളുകൾ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇരിക്കാറുണ്ട്. 2 പേര് അപകടം കണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട്, നമ്മൾ മെഡിക്കൽ ഫീൽഡാണ്. ആ അപകടം ഞങ്ങൾ ഇരിക്കുന്നത് പറഞ്ഞു, കേട്ടില്ല, ഇരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, തല പൊട്ടി. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചാണ് ഇതൊരു മാറ്റം വരണം. ഇദ്ദേഹം മുൻകൈ എടുത്തു, മിനിസ്റ്റർ പരാതി കൊടുത്തു, നടപടിയാകാൻ ഓർഡറായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മെമ്പേഴ്സായിട്ടും മുനിസിപ്പൽ ചെയർപേഴ്സൺസൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ രാത്രിയിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. വൃദ്ധർ, യാചകർ, മറ്റു നിലയ്ക്കുള്ള ദുർനടപ്പുകാർ അതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന അവിടെ കിടക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്ന ആരോപണം. എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. 5 പേര് രാത്രി ദുരുപയോഗം എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യനാണ്, അവന് കിടപ്പാടില്ല, അവൻ അവിടെ കിടന്നത് വലിയ അപരാധമായിട്ടാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചിട്ട് 5000 ആളുടെ ദുരിതം ആക്കുന്നതിൽ അർത്ഥമില്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് തിലകൻ ചേട്ടൻ നിവേദനം കൊടുത്ത പ്രകാരം ലൊട്ടിലൊടുക്കൻ കമ്പികൾ കൊണ്ട് അവകാശപ്പെടുന്ന സീറ്റിംഗ് ഇല്ലേ, അങ്ങനെ അല്ലാത്ത ഒരു സീറ്റിംഗ് ഉള്ള ഒരു വെയിറ്റിംഗ് ഷെഡിലാണ്. ഈ വെയിറ്റിംഗ് ഷെഡിൽ പാട്ടുണ്ട്, ആളുകൾക്ക് എത്ര വേണമെങ്കിലും സ്വസ്ഥമായി ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. തിലകൻ ചേട്ടനെ പോലെയുള്ള പലരെയും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ചിരിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ട്രോളുകളാക്കിയും ഒക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന പലതും നമ്മളുടെ അവകാശങ്ങളാണെന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. കണ്ടോ, ഒരാൾ വിചാരിച്ചാലും മാറ്റം കൊണ്ടുവരാനൊക്കെ പറ്റും. നമ്മൾ ട്രോളിക്കൊണ്ടിരുന്നാൽ പോരാ, മാറ്റം വരാൻ നമ്മളും കൂടി ഒന്ന് ശ്രമിക്കണം.